ബീഹാർ തെരഞ്ഞെടുപ്പ് ഇറ്റലിക്കാരൻ ചെറുക്കനും കോൺഗ്രസിനുമുള്ള നരേന്ദ്ര ദാമോദാസ് മോദിയുടെ മറുപടി മാത്രമല്ല, പാകിസ്ഥാനുള്ള തിരിച്ചടി കൂടിയാണ്. ബീഹാർ ഇനി നിതീഷ് കുമാർ തന്നെ ഭരിക്കും. ഒരു സംശയവും ഇനി ഒരു കോൺഗ്രസ്സുകാരനും വേണ്ട. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തി വോട്ട് മാറ്റാൻ പാകിസ്ഥാനും അതിർത്തിക്കപ്പുറത്തു നിന്നും ഏറെ പരിശ്രമിച്ചു. രാജ്യത്ത് വോട്ടെടുപ്പ് തലേന്ന് അസ്ഥിരത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, പക്ഷേ അതൊന്നും വോട്ടർമാരിൽ ഏശിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എഴുതി വയ്ക്കുന്നു. ഇനി നരേന്ദ്രമോദിയുടെ വിജയഭേരി. അതിന് ഇന്ത്യൻ ബ്രഹ്മോസുകളും റഫേൽ വിമാനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷവും വിജയഭേരിയിൽ പാകിസ്ഥാൻ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് സൂചന. നമ്മുടെ സേനാ മേധാവിയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിക്കരുതെന്ന പാകിസ്ഥാനുള്ള മുന്നറിയിപ്പും ഇത് വ്യക്തമാക്കുന്നു. ഇന്ത്യക്കകത്തും ബീഹാറിൽ ജനവിധി തെളിഞ്ഞു. ഇനി ബംഗാൾ പിടിച്ചെടുക്കുമെന്ന് മോദിയുടെ ഉറച്ച സ്വരത്തിലുള്ള അടുത്ത പ്രഖ്യാപനം. അതെ, ചെയ്യുന്നത് മാത്രം പറയുകയും പറയുന്നത് ചെയ്തു കാട്ടുകയും ചെയ്യുന്ന നരേന്ദ്രമോദി മാജിക്കിനെ കണ്ടറിയാൻ പോകുന്നത് ബംഗാളും മമതാ ബാനർജിയുമാണ്. എന്തായാലും മമതയ്ക്കും തൃണമൂലിനും നന്ദിയുണ്ട്. ബംഗാളിലെ വിഷവൃക്ഷമായി പടർന്നിരുന്ന CPMന്റെ വേരറുത്തല്ലോ. ഇനി ഒഴിപ്പിക്കാനുള്ള ബംഗാളിലെ ബാധ മമതയും കൂട്ടരുമാണ്. അത് നരേന്ദ്രമോദി ചെയ്ത് കാട്ടുക തന്നെയും. അതിനധിക സമയമൊന്നും വേണ്ട. അതിർത്തിക്ക് അപ്പുറത്തു നിന്നും പാകിസ്ഥാൻ രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ സ്ഫോടനങ്ങൾ നടത്തി വിജയം നേടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അത് നിഷ്ഫലമാക്കി കളഞ്ഞു. ഇവിടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വോട്ട് ചോരി എന്ന ഡമ്മി സ്ഫോടനം നടത്തി ഇനി ജനങ്ങൾ പ്രതികരിക്കൂ എന്നൊക്കെ ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധിയും കൂട്ടരുമാകട്ടെ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുകയാണ്. ഈ ഇറ്റലിക്കാരൻ രാഹുൽ ഗാന്ധിയോട് ജനം ചോദിക്കുന്നത് നാണമില്ലേ തനിക്ക് ഇത്തരം വ്യാജ ആരോപണം കൊണ്ട് രംഗത്തിറങ്ങാനെന്നാണ്. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയം ആഘോഷമായത് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ബീഹാറിലേത് ജനാധിപത്യത്തിൻ്റെ വിജയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നെഗറ്റീവ് പൊളിറ്റിക്സാണ് കോൺഗ്രസ് പുറത്തെടുത്തതെന്നും അത് പൊളിഞ്ഞുപോയതായും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വോട്ടിംഗ് മെഷീനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റം പറയുന്ന കോൺഗ്രസ് മറ്റ് പാർട്ടികൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞു. ജനത്തിന് വേണ്ടത് വിവാദങ്ങളല്ല വികസനമാണ് തെളിഞ്ഞെന്നും കോൺഗ്രസും മാവോയിസ്റ്റുകളും വികസനം മുടക്കികളാണെന്നും അവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. ഇപ്പോഴുള്ള കോൺഗ്രസ് എന്നല്ലത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആണെന്നും മോദി വിമർശിച്ചു. ചാട്ടി മയ്യാക്കി ജയ് വിളിച്ചാണ് മോദി ഇതിൻ്റെ പ്രസംഗം തുടങ്ങിയത്. ചാട്ട് പൂജയെയും ചാട്ട് മാതാവിനെയും നാടകമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവർക്ക് ബീഹാർ നൽകിയ തിരിച്ചടിയാണിതെന്ന് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി തന്നെ പ്രധാനമന്ത്രി പറയുന്നു. ഇനിയെങ്കിലും അത് നാടകമെന്ന് പറഞ്ഞവർ മാപ്പ് പറയണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. BJP ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയെ പാർട്ടി അധ്യക്ഷൻ JP നദ്ദയും അമിത്ഷായും ചേർന്നാണ് സ്വീകരിച്ചത്. JP നദ്ദ പറഞ്ഞത് ഇത് ട്രെൻഡല്ല, സുനാമിയാണെന്നായിരുന്നു. രാജ്യത്തും ബീഹാറിലും ജനം മോദിയിൽ വിശ്വാസം അർപ്പിച്ചു. ജംഗിൾ രാജിന് പകരം ജനം വികസനത്തെ പുൽകി ജംഗിൾ രാജിന് നോ എൻട്രി പറയുകയും ചെയ്തു. പ്രതിപക്ഷത്തിന് കനത്ത മറുപടിയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നതെന്നും രാജ്യ താൽപ്പര്യത്തിനൊപ്പമാണ് ജനങ്ങളെന്ന് പഠിപ്പിച്ചുവെന്നും JP നദ്ദ പ്രവർത്തകരോട് വളരെ വ്യക്തമായി പറഞ്ഞു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ചിരാഗ് പാസ്വാനും NDA സഖ്യകക്ഷികൾക്കും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ നൽകി. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം NDAയുടെ സേവനത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ കുറിച്ചു. ബീഹാറിലെ വികസനം, സ്ത്രീ സുരക്ഷ, സദ്ഭരണം എന്നിവയ്ക്കുള്ള അംഗീകാരമാണ്. വികസിത ബീഹാർ എന്ന ദൃഢനിശ്ചയത്തിന് വേണ്ടിയായിരുന്നു ഈ ജനവിധി. അത് ഇനിയും നടപ്പാകും. വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി വോട്ടർ പട്ടികയിലെ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നവർക്കുള്ള ജനങ്ങളുടെ ഉചിതമായ മറുപടിയാണെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തികളെ മുൻനിർത്തി അമിത്ഷാ കുറിച്ചു. എന്തായാലും ബീഹാറിൽ അവസാന തലം വരെ BJPയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിയതായും ഇനിയും ആ പ്രവർത്തനങ്ങൾ അടുത്ത 5 വർഷം തുടരുമെന്നും അമിത്ഷാ വ്യക്തമായി തന്നെ കുറിച്ചിട്ടുണ്ട്.